ശബ്ദവും വെളിച്ചവും. പ്രകാശത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നതെങ്ങനെ? ഓപ്റ്റിക്സ്. പ്രകാശം ഏറ്റവും കൂടിയ വേഗതയിൽ സഞ്ചരിക്കുന്നതെവിടെ? ശൂന്യതയിൽ. ശൂന്യതയിലാണ് പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നതെന്ന് കണ്ടെത്തിയതാര്? ലിയോൺ ഫുക്കാൾട്ട്. ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ സഞ്ചാര വേഗത ഏതാണ്ട് 3 ലക്ഷം കിലോമീറ്റർ. ഏത് സൂക്ഷ്മകണങ്ങൾ കൊണ്ടാണ് പ്രകാശം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? ഫോട്ടോണുകൾ. ദൃശ്യപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങൾ ഏവ? വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്. തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലും ആവൃത്തി ഏറ്റവും കുറവുമായ ദൃശ്യപ്രകാശത്തിലെ ഘടകവർണ്ണമേത്? ചുവപ്പ്. ആവൃത്തി ഏറ്റവും കൂടുതലും തരംഗദൈർഘ്യം ഏറ്റവും കുറവുമായ ദൃശ്യപ്രകാശത്തിലെ ഘടകവർണ്ണമേത്? വയലറ്റ്. ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം എത്രയാണ്? 400 നാനോമീറ്ററിനും 700 നാനോമീറ്ററിനും മധ്യേ. സൂര്യപ്രകാശത്തിൽ 7 ഘടകവർണ്ണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയതാര്? ഐസക് ന്യൂട്ടൺ. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രകീർണനം. മഴവില്ലുണ്ടാവാൻ കാരണമായ പ്രകാശ പ്രതിഭാസമേത്? പ്രകീർണനം. പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? ചുവപ്പ്, നീല, പച്ച. പച്ച, ചുവപ്പ് എന്നിവ ചേർന്നുണ്ടാകുന്ന വർണ്ണം മഞ്ഞ. ചുവപ്പ്, നീല എന്നിവ ചേരുമ്പോഴുള്ള വർണ്ണം ഏത്? മജന്ത. പച്ച, നീല എന്നിവ ചേർന്നുണ്ടാകുന്ന വർണ്ണമേത്? സിയാൻ. പ്രകാശത്തിലെ ഘടകവർണ്ണങ്ങളെയെല്ലാം പ്രതിഫലിക്കുന്ന വസ്തു ഏത് നിറത്തിൽ കാണപ്പെടുന്നു? വെളുപ്പ്. പ്രകാശത്തിലെ ഘടകവർണ്ണങ്ങളെയെല്ലാം ആഗിരണം ചെയ്യുന്ന വസ്തുവിൻ്റെ നിറമെന്താണ്? കറുപ്പ്. സൂര്യപ്രകാശത്തിൻ്റെ ചൂടിന് കാരണമായ വികിരണമേത്? ഇൻഫ്രാറെഡ്. സൺബേണിന് കാരണമാകുന്ന സൂര്യപ്രകാശത്തിലെ വികിരണമേത്? അൾട്രാവയലറ്റ്. മിന്നാമിനുങ്ങിൻ്റെ പ്രകാശത്തിന് കാരണമായ വസ്തുവേത്? ലൂസിഫറിൻ. പ്രകാശത്തിൻ്റെ ഏത് പ്രതിഭാസം മൂലമാണ് ആകാശം നീല നിറത്തിൽ കാണപ്പെടുന്നത്? വിസരണം. മഴവില്ലിൽ ചുവപ്പ് നിറം കാണപ്പെടുന്ന കോണിൻ്റെ അളവ് എത്ര ഡിഗ്രിയാണ്? 42.8 ഡിഗ്രി. മഴവില്ലിൽ വയലറ്റ് നിറം കാണപ്പെടുന്ന കോണിൻ്റെ ഡിഗ്രി അളവ് എത്ര? 40.8 ഡിഗ്രി. ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറമെന്ത്? കറുപ്പ്. ഒന്നിലധികം പ്രകാശ തരംഗങ്ങൾ ഒരേ സ്ഥലത്തെത്തുമ്പോൾ അവയുടെ ഫലങ്ങൾ കൂടിച്ചേർന്നുള്ള പ്രകാശ പ്രതിഭാസമേത്? ഇൻ്റർഫറൻസ്. സോപ്പ് കുമിള, എണ്ണപ്പാളി എന്നിവയിലുള്ള മനോഹര വർണ്ണങ്ങൾക്ക് കാരണമെന്ത്? ഇൻ്റർഫറൻസ്. പ്രകാശരശ്മികൾ ചില ലോഹങ്ങളിൽ പതിക്കുമ്പോൾ അവയിൽ നിന്നും ഇലക്ട്രോണുകൾ ഉത്സർജിക്കപ്പെടുന്ന പ്രതിഭാസമേത്? ഫോട്ടോ ഇലക്ട്രിക് പ്രതിഭാസം. ഫോട്ടോ ഇലക്ട്രിക് പ്രതിഭാസം കണ്ടുപിടിച്ചതാര്? ഹെൻറിച്ച് ഹേഴ്സ്. ഏത് വിഷയത്തിൽ തൃപ്തികരമായ വിശദീകരണം നൽകിയതിനാലാണ് 1921 ആൽബർട്ട് ഐൻസ്റ്റീന് ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? ഫോട്ടോ ഇലക്ട്രിക് പ്രതിഭാസം. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസമേത്? പൂർണ്ണ ആന്തരിക പ്രതിഫലനം. ഓപ്റ്റിക്കൽ ഫൈബറുകൾ വഴി അതിവേഗ വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസമേത്? പൂർണ്ണ ആന്തരിക പ്രതിഫലനം. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനശാഖ എങ്ങനെ അറിയപ്പെടുന്നു? എക്കൂസ്റ്റിക്സ്. ശൂന്യതയിലൂടെയുള്ള ശബ്ദത്തിൻ്റെ സഞ്ചാരവേഗം എത്ര? ശൂന്യതയിൽ ശബ്ദം സഞ്ചരിക്കില്ല. ചന്ദ്രനിലുള്ള ഒരാൾക്ക് ശബ്ദം കേൾക്കാനാവാത്തത് എന്തുകൊണ്ടാണ്? വായുമണ്ഡലം ഇല്ലാത്തതിനാൽ. നേരിട്ടുള്ള ശബ്ദത്തിൻ്റെ 1/10 സെക്കൻഡിന് ശേഷമുള്ള പ്രതിഫലനം എങ്ങനെ അറിയപ്പെടുന്നു? പ്രതിധ്വനി. വിവിധ വസ്തുക്കളിൽ നിന്നുള്ള പ്രതിധ്വനി ഒരേ സമയം കേൾക്കുന്നത് ഏത് പ്രതിഭാസത്തിന് കാരണമാകുന്നു? മാറ്റൊലി. ശബ്ദം വിവിധ വസ്തുക്കളിൽ തട്ടി ആവർത്തിച്ചു കൊണ്ടുണ്ടാകുന്ന പ്രതിഫലനം എങ്ങനെ അറിയപ്പെടുന്നു? അനുരണനം.
മനുഷ്യരിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന തൊണ്ടയിലെ ഭാഗം ഏതാണ്? ലാറിങ്സ്. നമ്മൾ കേൾക്കുന്ന ശബ്ദം എത്ര സമയം ചെവിയിൽ തങ്ങി നിൽക്കുന്നു? 1/10 സെക്കൻഡ് സമയം. സാധാരണ ഊഷ്മാവിൽ വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത എത്രയാണ്? സെക്കൻഡിൽ 340 മീറ്റർ. ജലത്തിലൂടെയുള്ള ശബ്ദവേഗത എത്രയാണ്? സെക്കൻഡിൽ 1435 മീറ്റർ. ശബ്ദ തീവ്രത അഥവാ ഉച്ചത രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഏത്? ഡെസിബൽ. ശബ്ദ തരംഗങ്ങളുടെ ആവൃത്തി രേഖപ്പെടുത്താനുള്ള യൂണിറ്റ് ഏത്? ഹെർട്സ്. മനുഷ്യന് കേൾക്കാനാവുക എത്ര ഹെർട്സുകൾക്കിടയിൽ ആവൃത്തിയുള്ള ശബ്ദമാണ്? 20-നും 20,000 ഹെർട്സിനും ഇടയിൽ. 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദം എങ്ങനെ അറിയപ്പെടുന്നു? അൾട്രാസോണിക്. 20 ഹെർട്സിൽ കുറവുള്ള ശബ്ദം ഏതാണ്? ഇൻഫ്രാസോണിക്. ശബ്ദത്തേക്കാൾ 2 ഇരട്ടി വേഗതയെ കുറിക്കുന്ന പദമേത്? സൂപ്പർസോണിക്. ശബ്ദത്തിൻ്റെ പകുതി വേഗത എങ്ങനെ അറിയപ്പെടുന്നു? സബ്സോണിക്. ഹൈപ്പർസോണിക് എന്നത് ശബ്ദത്തിൻ്റെ എത്ര ഇരട്ടി വേഗതയാണ്? 5 ഇരട്ടി. ശബ്ദത്തിൻ്റെ വായുവിലൂടെയുള്ള വേഗത എങ്ങനെ അറിയപ്പെടുന്നു? ഒരു മാക് നമ്പർ. പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചതാര്? സർ ഐസക് ന്യൂട്ടൺ. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാര്? ക്രിസ്റ്റ്യൻ ഹൈജൻസ്. പ്രകാശം ഒരു വൈദ്യുത കാന്തിക തരംഗമാണെന്ന് സ്ഥിരീകരിച്ചതാര്? ഹെൻറിച്ച് ഹെർട്സ്. പ്രകാശത്തിൻ്റെ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചതാര്? മാക്സ് പ്ലാങ്ക്. സിഡികളിൽ കാണപ്പെടുന്ന വർണ്ണരാജികൾക്കു കാരണം ഏത് പ്രകാശ പ്രതിഭാസമാണ്? ഡിഫ്രാക്ഷൻ. സൂക്ഷ്മങ്ങളായ അതാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമേത്? ഡിഫ്രാക്ഷൻ. കൂടുതൽ ചോദ്യങ്ങൾക്കും മോക്ക് ടെസ്റ്റിനും സന്ദർശിക്കുക www.keralapscgk.com.